CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ആ പ്രസ്താവനയെ ഞങ്ങളെല്ലാവരും പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഭരണവിരുദ്ധ വികാരമില്ല എന്ന് നിങ്ങൾ കണ്ടെത്തിയ ആ കണ്ണാടി ഒരു കാരണവശാലും കുറച്ചു നാളുകൾ കൂടി മാറ്റരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം നിങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നത് മാത്രമാണ് ഞങ്ങളുടെ എളിയ അഭ്യർത്ഥന. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിലും നന്നായിട്ട് തോൽക്കാൻ നിങ്ങൾക്ക് 2026 തെരഞ്ഞെടുപ്പിൽ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നാണല്ലോ ഇപ്പോൾ ശ്രീ അരുൺകുമാറിൻ്റെ വാക്കുകൾ കേട്ടാൽ നമുക്ക് തോന്നുന്നത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റ് അരുൺകുമാറിൻ്റെ പാർട്ടി ജയിച്ച് ഞങ്ങൾ അവരുടെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കുന്നവരാണ് എന്നുള്ളതാണ് CPMൻ്റെ പ്രതിനിധികൾ ചാനൽ ചർച്ചയിൽ വന്ന് പറയുമ്പോൾ നമുക്ക് തോന്നാറ്. കാരണം അവരുടെ കണക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത കണക്കുകളാണ്. ആ കണക്കുകളെ തോൽപ്പിക്കാനാണ് പാട്. ഏത് തരത്തിലുള്ള കണക്കുകൾ അവർ പറയും എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞങ്ങൾ ജയിച്ച ഏതാണ്ട് 2300ഓളം സീറ്റുകൾ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനേക്കാൾ ഞങ്ങൾക്ക് കൂടുതൽ കിട്ടി. അതൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അതൊക്കെ ഇപ്പോൾ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ഞങ്ങൾ പോകണം എന്നുള്ളതാണ്. 2526 പഞ്ചായത്തുകളിൽ കൂടുതൽ കിട്ടി. അതുപോലെ തന്നെ 428 ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകൾ കൂടുതൽ കിട്ടി. 183 മുനിസിപ്പാലിറ്റി സീറ്റുകൾ കൂടുതൽ കിട്ടി. 64 ജില്ലാ പഞ്ചായത്ത് സീറ്റുകൾ കൂടുതൽ കിട്ടി. ഇവർ ഭരിച്ചുകൊണ്ടിരുന്ന പല മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും, അതായത് പഞ്ചായത്തുകളിൽ 50% മുകളിൽ തന്നെ ഏതാണ്ട് 505ഓളം പഞ്ചായത്തുകൾ ഞങ്ങൾ ഭരിക്കുന്നുണ്ട്. കോർപ്പറേഷനുകൾ ആകെയുള്ള 6 കോർപ്പറേഷനിൽ 4 ഞങ്ങൾ ഭരിക്കാൻ പോവുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തുകൾ ബഹുഭൂരിപക്ഷം ഭരിക്കാൻ പോവുകയാണ്. ജില്ലാ പഞ്ചായത്തുകൾ അങ്ങനെ തന്നെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഈ വിജയിച്ചത് എവിടെയാണ് എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഒരു സംഘത്തെ വിനിയോഗിക്കണമെന്ന് തോന്നുന്നു. ഇവർ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ആ പ്രസ്താവനയെ ഞങ്ങളെല്ലാവരും പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഭരണവിരുദ്ധ വികാരമില്ല എന്ന് നിങ്ങൾ കണ്ടെത്തിയ ആ കണ്ണാടി ഒരു കാരണവശാലും കുറച്ചു നാളുകൾ കൂടി മാറ്റരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം നിങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നത് മാത്രമാണ് ഞങ്ങളുടെ എളിയ അഭ്യർത്ഥന. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിലും നന്നായിട്ട് തോൽക്കാൻ നിങ്ങൾക്ക് 2026 തെരഞ്ഞെടുപ്പിൽ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പം ഞാനിത് പറയാൻ കാരണം എന്താ? കാരണം നമ്മളൊരു തോൽവി ഉണ്ടായാൽ തോൽവി അംഗീകരിക്കുക എന്നുള്ളത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാലാകാലങ്ങൾ ഏത് കണക്കുകൾ എടുത്ത് പരിശോധിച്ചാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാലാകാലങ്ങളായി 2010 ഒഴിച്ചാൽ മേൽക്കൈ കിട്ടിക്കൊണ്ടിരുന്നത് CPMനാണ് അല്ലെങ്കിൽ LDFനാണ്. അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഈ തവണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വലിയ തോൽവി അത് LDFന് ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. വോട്ടിംഗ് പെർസെൻറ്റേജ് എടുത്ത് നോക്കിയാലും അത് ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം ആണ് എന്നുള്ളതും വസ്തുതയാണ്. ഇനി അതുമാത്രമല്ല, ഈ കേരളത്തിൽ വോട്ട് ചെയ്ത ഓരോ ആളുകളും അതിപ്പോൾ വിലക്കയറ്റമായിക്കൊള്ളട്ടെ, ഇല്ലെങ്കിൽ അത് ക്രമസമാധാന നില തകർന്നതായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ കയറി ചെല്ലാൻ പറ്റാത്ത നിലയായിക്കൊള്ളട്ടെ, ഇല്ലെങ്കിൽ അഴിമതി മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും സർക്കാരിനെതിരെയും വന്ന അഴിമതി ആരോപണങ്ങളായിക്കൊള്ളട്ടെ, തൊഴിലിടങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നശിപ്പിച്ച സർക്കാർ നടപടികളായിക്കൊള്ളട്ടെ, ഇനി അതുമാത്രമല്ല ശബരിമലയിൽ സ്വർണം കട്ടവരെ സംരക്ഷിച്ച നിലപാടെടുത്ത CPMനെതിരായിട്ടുള്ള ഒരു ജനവിധിയാണ് ഈ ജനവിധി. കാരണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാരെ ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ എനിക്ക് വളരെ അത്ഭുതം തോന്നുകയാണ്. ആ 2 പേര് ജയിലിൽ കിടക്കുന്ന 2 പേരും ഇന്നും പാർട്ടിക്കാരാണ്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ, പാർട്ടിയുടെ മെമ്പറാണ് വാസു. ഇവർ 2 പേരെയും സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കാരെ പിടിക്കുമെന്നാണ് പറയുന്നത്. അതും മാത്രമല്ല, ഇവരിപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ അതിനകത്ത് ഇടപെട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടപെടാൻ എന്താ സാഹചര്യമുള്ളത്? അന്വേഷണം നടത്തുന്നത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നേതൃത്വത്തിലാണ്. അവരുടെ മുഖ്യമായ പരിഗണനയിലുള്ള അന്വേഷണം, അവർ ഹാൻഡ് പിക്ക് ചെയ്തെടുത്ത സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അവരാണ് അന്വേഷണം നടത്തുന്നത്. അവരുടെ ഇടയിലോട്ട് ഇനി അന്വേഷണത്തിന്റെ ഇടയിലോട്ട് കയറാൻ വേണ്ടി ആഭ്യന്തര വകുപ്പ് ചെല്ലട്ടെ, അപ്പോൾ കോടതി ഇടപെടുമെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് പേടിച്ചിട്ടാണ് അന്വേഷണത്തിൽ പോലും ഇടപെടാത്തത്. എന്നിട്ട് നിങ്ങളുടെ കൂടാരം വെച്ചുകൊണ്ട് ഈ 2 കള്ളന്മാരെ സംരക്ഷിക്കുന്ന നിലപാട് ഇത് കേരളം തള്ളിക്കളഞ്ഞു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ തവണ അത് CPMനും അതുപോലെ ഭരണത്തിനും എതിരുള്ള വികാരമാണ് എന്നുള്ളത് അറിയാം. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഈ തവണ ഇതെന്തുകൊണ്ട് ഈ വോട്ടുകൾ, ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ BJPയിലേക്ക് പോയില്ല എന്നതുകൂടി നമ്മൾ പരിശോധിക്കണം. കാരണം ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് BJPക്ക് ഉണ്ടായത്. അത് വോട്ട് പെർസെൻറ്റേജിൻ്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, 2010 മുതൽ 2025 വരെയുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ വർധനവ്, സീറ്റുകളുടെ വർധനവിൻ്റെ കാര്യങ്ങളായിക്കൊള്ളട്ടെ, സ്ട്രൈക്ക് റേറ്റിൻ്റെ കാര്യങ്ങളായിക്കൊള്ളട്ടെ, BJPയിൽ ഉണ്ടായത് അല്ലെങ്കിൽ NDA ഈ തവണത്തെ ഏറ്റവും വലിയ പരാജയമാണ് നേരിട്ടത്. ഞാൻ വേണമെങ്കിൽ കണക്കുകൾ വെച്ച് പരിശോധിക്കാം, അടുത്ത ഘട്ടത്തിൽ പരിശോധിക്കാം. ഞാനിപ്പോഴും പറയുന്നു, എന്തുകൊണ്ടാണ് അത് BJPക്ക് വോട്ടായി മാറാത്തത്? BJPക്ക് വോട്ടായി മാറാത്തതിന്റെ കാരണം BJPക്ക് വോട്ട് ചെയ്താൽ പിണറായി വിജയൻ വോട്ട് ചെയ്യുന്നത് പോലെയാണ്. അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഞാൻ വരാം.